ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി മൈൻഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഗവൺമെൻറ് പറയുന്നതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് രോഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, പേടിക്കണ്ട, സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ ഹണിയും കൂട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഐറ്റമാണ്. ഇത് ലിജി മുന്നേ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻട്രോയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലിജി കുറേ ദിവസമായി പറയുന്ന ഒരു ഇൻട്രോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇൻട്രോയിൽ വന്നത്. ആദ്യം കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓക്കെ ആയി. ഇപ്പം പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും മുന്നേ ഉണ്ടാക്കിയ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് വൈകണ്ട അല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. ഒരു കാര്യമുണ്ട്, എന്താണെന്നല്ലേ, എല്ലാവരും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ബലം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഹണി പൊട്ടറ്റോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹണി പൊട്ടറ്റോ ഉണ്ടാക്കാൻ ഞാനിവിടെ 3 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് 3 പൊട്ടറ്റോ ആണ് എടുക്കുന്നത്. നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ് ഞാൻ. ഓക്കെ, നമുക്കിനി ഇത് ബോയിൽ ചെയ്യാണ് വേണ്ടത്. പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ ഇവിടെ ഞാൻ 2 കപ്പോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ കുക്കാവാതെ നോക്കണം, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു പൊട്ടറ്റോയിലേക്ക് ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്കൊരു നുള്ളു ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഓവറായി കുക്കായി പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ബോയിൽ ചെയ്ത പൊട്ടറ്റോ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് മാവ് റെഡിയാക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പോളം മൈദപ്പൊടിയും 1/2 കപ്പോളം അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓവർ വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയി കിട്ടും കേട്ടോ, അതാണ് ഞാൻ അരിപ്പൊടി തന്നെ ചേർത്തത്. അപ്പോൾ ഈ മാവിലേക്ക് നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ നമുക്ക് ചേർക്കാം. പൊട്ടറ്റോ മുഴുവനായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് നമ്മുടെ പൊട്ടറ്റോയിലേക്ക് മാവ് പിടിക്കുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച പൊട്ടറ്റോ നമുക്കിതിലേക്കിടാം. പൊട്ടറ്റോ ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് പൊട്ടറ്റോ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടറ്റോയിലേക്ക് എണ്ണ പിടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇടുക. അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, എൻ്റെ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതേ എണ്ണയിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്നത് വരെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പിയായി നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഏകദേശം ഗോൾഡൻ ബ്രൗൺ. അപ്പോൾ എണ്ണ നന്നായി തൂക്കിക്കളഞ്ഞ് നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ കുട്ടികളൊന്ന് സൂക്ഷിച്ചോളൂ, അവരിതിങ്ങനെ തന്നെ കഴിച്ചു തീർക്കും. കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിനൊരു സോസ് തയ്യാറാക്കാൻ വേണ്ടത്. അതിനായി ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. കഷ്ണങ്ങളായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് നന്നായി ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് അതും വഴറ്റിയെടുക്കാം. പച്ചമുളകും ഒന്ന് വഴറ്റി ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വല്യുള്ളി ചേർക്കാം. ഒരു മീഡിയം സൈസ് വല്യുള്ളിയാണ് ചേർത്തത്. ഇതിലേക്ക് നമുക്കൊരു കാപ്സിക്കവും ചേർക്കാം.
ക്യാപ്സിക്കം ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പകുതി നീളത്തിലായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സോസുകളാണ് ചേർക്കേണ്ടത്. ഞാനത് സോയാ സോസാണ് ചേർത്തത്. സോയാ സോസ് ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഞാനൊരു ടീസ്പൂൺ സോയാ സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ടൊമാറ്റോ സോസും ചേർക്കാം. ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ചേർക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി, കൂടുതലായി പോവേണ്ട. 1/2 കപ്പോളം വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം നമുക്കിത്. അപ്പോൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, മീഡിയത്തിലൊന്നും ആവേണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം ഇത്. ഓക്കെ, ഏകദേശം നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത്. ഒരല്പം മല്ലിച്ചപ്പും കൂടിയും ചേർക്കാം നമുക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ സോസ് റെഡിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർക്കാം. അപ്പോൾ പൊട്ടറ്റോ മുഴുവനായി ഇതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. സോസ് പൊട്ടറ്റോയിലേക്ക് മൊത്തം ആവുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇനിയാണ് നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേൻ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ തേൻ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. തേൻ ഒരിക്കലും നല്ല ചൂടോടെ നമ്മൾ ഒരിക്കലും ചേർക്കാൻ പാടില്ല. ചൂടോടെ ചേർക്കാൻ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണ്. അതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തേൻ ചേർക്കാവൂ. അപ്പോൾ നമുക്കിതിലേക്ക് തേൻ ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണോളം തേനാണ് ചേർക്കുന്നത്. തേൻ ഇതിലേക്ക് മൊത്തമായി നന്നായി ചേർക്കാം. അപ്പോൾ തേൻ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പറഞ്ഞ കാര്യം മറന്നു പോവേണ്ട. ചൂട് തീരെ കുറവായിരിക്കുമ്പോൾ മാത്രമാണ് തേൻ ചേർക്കാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹണി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയായ ഹണി പൊട്ടറ്റോ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.